PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേസ്കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ് ഖാദി ബോർഡ് JCI എക്സാമുകൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിലബസിലെ കോർപ്പറേഷനിലെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ഫിഷറി കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ് ഈ രണ്ട് ടോപ്പിക്കുകളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. Fishery cooperatives has dash tier structure. Fishery cooperatives has dash tier structure. ഉത്തരം 2 tier structure. ഫിഷറി കോപ്പറേറ്റീവ്സ് 2 tier സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ലോവർ ലെവലിൽ പ്രൈമറി ഫിഷറി സൊസൈറ്റീസ്, അപ്പെക്സ് ലെവലിൽ മത്സ്യഫെഡ്. ഫിഷറി സൊസൈറ്റീസിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിഷ് പ്രൊഡക്ഷൻ മാത്രമല്ല, ഫിഷർമാൻ്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഫിഷറി സൊസൈറ്റീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രൊവൈഡിങ് ഫിഷിംഗ് ബോട്ട്സ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദം ഇൻ ഫിഷിംഗ് ഇൻ റിമോട്ട് ഗ്രൗണ്ട്സ്, പ്രൊവൈഡ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഓഫ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഫിഷ് പ്രൊഡക്റ്റ്, പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ മാർക്കറ്റിംഗ് ഓഫ് ഫിഷ് ഓർ പ്രോസസ്ഡ് ഫിഷ്, സപ്ലൈയിങ് ഡീസൽ, ഫ്യൂവൽ, ഐസ്, സാൾട്ട് ആൻഡ് ഇക്വിപ്മെൻറ്റ്, മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് ഓഫ് ബോട്ട്, പ്രൊവൈഡിംഗ് ക്രെഡിറ്റ് ആൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ്. ഇങ്ങനെയുള്ള പല സർവീസുകളും ഫിഷറി സൊസൈറ്റീസ് ചെയ്യുന്നുണ്ട്. ദർ ആർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അറ്റ് ദ ബേസ് ലെവൽ ആൻഡ് ദ ഫെഡറേഷൻ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫിഷറി കോപ്പറേറ്റീവ്സ്. ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫിഷറീസ് കോപ്പറേറ്റീവ്സ്. ഉത്തരം മത്സ്യഫെഡ്. മത്സ്യഫെഡാണ് കേരളത്തിലെ ഫിഷറി കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മത്സ്യഫെഡിൻ്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്. മത്സ്യഫെഡ് മീൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്. മത്സ്യഫെഡ് വാസ് രജിസ്റ്റേർഡ് ഓൺ ഉത്തരം 19th മാർച്ച് 1984. 1984 മാർച്ച് 19 മത്സ്യഫെഡ് രജിസ്റ്റർ ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. മത്സ്യഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ആസ് പെർ റൂൾ 15 മത്സ്യഫെഡ് ഈസ് എ ഉത്തരം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി. റൂൾ 15 അനുസരിച്ച് മത്സ്യഫെഡ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. ന്യൂട്രിഫിഷ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഉത്തരം മത്സ്യഫെഡ്. മത്സ്യഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറാണ് ന്യൂട്രിഫിഷ് എന്നത്. ന്യൂട്രിഫിഷ് എന്നത് മത്സ്യഫെഡിൻ്റെ പ്രോഡക്റ്റാണ്. ഇതൊരു ഫെർട്ടിലൈസറാണ്. ചിറ്റോൺ, ചിറ്റിൻ, ചിറ്റോസൻ, ന്യൂട്രിഫിഷ് ഇതൊക്കെയാണ് മത്സ്യഫെഡിൻ്റെ പ്രോഡക്റ്റുകൾ. ഡാഷ് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മത്സ്യഫെഡ്. ഡാഷ് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മത്സ്യഫെഡ്. ഉത്തരം മത്സ്യ. മത്സ്യഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ബ്രാൻഡ് നെയിമാണ് മത്സ്യ. വ്യാസ സ്റ്റോർ ഈസ് റൺ ബൈ ഉത്തരം മത്സ്യഫെഡ്. വ്യാസ സ്റ്റോർ റൺ ചെയ്യുന്നത് മത്സ്യഫെഡാണ്. വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത് ഫിഷിംഗ് ഇക്വിപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് വ്യാസ സ്റ്റോർ. ഇത് റൺ ചെയ്യുന്നത് മത്സ്യഫെഡാണ്. അതുപോലെ വനിത ബസ് ഈസ് റിലേറ്റഡ് ടു ഉത്തരം മത്സ്യഫെഡ്. ഫിഷർ വുമണിന് വേണ്ടിയിട്ട് മത്സ്യഫെഡ് കൊടുക്കുന്ന സർവീസാണ്, സ്പെഷ്യൽ ബസ് സർവീസാണ് വനിത ബസ്. ഡാഷ് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് മത്സ്യഫെഡ്. ഡാഷ് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് മത്സ്യഫെഡ്. ഉത്തരം മത്സ്യ. മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് മത്സ്യ എന്നത്. ഇത് മന്ത്ലി മാഗസിനാണ്. ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് ഫിനാൻസ്ഡ് ബൈ ഉത്തരം NCDC. ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് ഫിനാൻസ് കൊടുക്കുന്നത് NCDC ആണ്. മത്സ്യഫെഡിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. 23 ഡയറക്ടേഴ്സാണുള്ളത്. അതിൽ 15 ഇലക്റ്റഡ് മെമ്പേഴ്സ്, പ്രൈമറി ഫിഷറി സൊസൈറ്റീസിൽ നിന്നുള്ള 15 ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. 3 ഗവൺമെൻറ് നോമിനീസ് ഉണ്ട്.
4 ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഉണ്ട്, NCDCയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അങ്ങനെ 23 ഡയറക്ടേഴ്സാണ് മത്സ്യഫെഡിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഫിഷറി സൊസൈറ്റി ഇൻ കേരള. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഫിഷറി സൊസൈറ്റി ഇൻ കേരള. ഉത്തരം പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി. പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിഷറി സൊസൈറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറി സൊസൈറ്റിയാണ് കല്ല മച്ചിമാർ ഫിഷറീസ് സൊസൈറ്റി. ഡാഷ് ഈസ് ദി ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ കോപ്പറേറ്റീവ്സ്. ഡാഷ് ഈസ് ദി ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ കോപ്പറേറ്റീവ്സ്. ഉത്തരം ഫിഷ്കോപ്പ് ഫെഡ്. ഫിഷർമെൻ കോപ്പറേറ്റീവ്സിൻ്റെ ഓൾ ഇന്ത്യ ഫെഡറേഷനാണ്, നാഷണൽ ലെവൽ ഫെഡറേഷനാണ് ഫിഷ്കോപ്പ് ഫെഡ്. ഫിഷ്കോപ്പ് ഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഫിഷ്കോപ്പ് ഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 1980. 1980 ഫിഷ്കോപ്പ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് എന്ന പേരായത് 1982. അപ്പോൾ ഫിഷ്കോപ്പ് ഫെഡിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫിഷ്കോപ്പ് ഫെഡ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫിഷ്കോപ്പ് ഫെഡ്. ഉത്തരം ന്യൂഡൽഹി. ഫിഷ്കോപ്പ് ഫെഡിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഫിഷറി സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഫിഷറി സൊസൈറ്റീസ് 2 ടയർ സ്ട്രക്ചറാണ്. പ്രൈമറി ലെവലിൽ പ്രൈമറി ഫിഷറി സൊസൈറ്റീസ്, അപ്പെക്സ് ലെവലിൽ മത്സ്യഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്, അതാണ് മത്സ്യഫെഡ്. മത്സ്യഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1984 മാർച്ച് 19 ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. മത്സ്യഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറാണ് ന്യൂട്രിഫിഷ്. അതുപോലെ ചിറ്റോൺ, ചിറ്റിൻ, ചിറ്റോസൻ ഇതൊക്കെ മത്സ്യഫെഡിൻ്റെ പ്രോഡക്റ്റുകളാണ്. മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് മത്സ്യ. അതുപോലെ മത്സ്യഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം കൂടിയാണ് മത്സ്യ. വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത് ഫിഷിംഗ് ഇക്വിപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറാണ്. ഇത് മത്സ്യഫെഡാണ് റൺ ചെയ്യുന്നത്. ഫിഷർ വുമണിന് വേണ്ടിയിട്ട് ഫിഷർ വുമൻ്റെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ബസ് സർവീസാണ് വനിതാ ബസ്. അത് മത്സ്യഫെഡാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചിറ്റോൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം നീണ്ടകരയിലാണ്. 1986 കൊല്ലം നീണ്ടകരയിൽ ചിറ്റോൺ ഫാക്ടറി സ്ഥാപിതമായത്. ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് ഫിനാൻസ് കൊടുക്കുന്നത് NCDC ആണ്. മത്സ്യഫെഡിൻ്റെ മാനേജ്മെൻറ്റിൽ 23 ഡയറക്ടേഴ്സ് ഉണ്ട്, 15 ഇലക്റ്റഡ് മെമ്പേഴ്സ് ഫ്രം ബോർഡ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ്, 3 ഗവൺമെൻറ് നോമിനീസ്, 4 ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് 1 റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം NCDC. ഫിഷർമെൻ കോപ്പറേറ്റീവ്സിൻ്റെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് ഫിഷ്കോപ്പ് ഫെഡ്. 1980 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻ. Cooperative housing societies are organized to solve the housing problems of persons belonging to low and middle income group. Low and middle income ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരുടെ ഹൗസിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്തത്. ദ ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ്. ദ ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഉത്തരം ഇംഗ്ലണ്ട്. ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഉത്തരം സരസ്വത് കോപ്പറേറ്റീവ് സൊസൈറ്റി. 1905 ബോംബെയിൽ സ്ഥാപിതമായ സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള. ഉത്തരം കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി ഫോം ചെയ്തത് കണ്ണൂരാണ്. ഹൗസിംഗ് സൊസൈറ്റീസ് ഹാസ് ഡാഷ് ടയർ സ്ട്രക്ചർ. ഹൗസിംഗ് സൊസൈറ്റീസ് ഹാസ് ഡാഷ് ടയർ സ്ട്രക്ചർ. ഉത്തരം 2 ടയർ. ഹൗസിംഗ് സൊസൈറ്റീസ് 2 ടയർ സ്ട്രക്ചറാണ്. ലോവർ ലെവലിൽ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്, അപ്പെക്സ് ലെവലിൽ ഹൗസ് ഫെഡ്. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് പലതരത്തിലുണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ടൗൺഷിപ്പ്. ഇങ്ങനെ 6 തരത്തിലുള്ള പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്.
In dash type society, the society grants loan for the construction of building in their own land. In dash type of society, the society grants loans for the construction of building in their own land. ഉത്തരം കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റികളിൽ അവർ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നു. മെമ്പേഴ്സിൻ്റെ തന്നെ ഭൂമിയിൽ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കുന്നത്. ആ ലോണിൻ്റെ ഈടെന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. വീട് വെക്കുന്ന അതേ പ്രോപ്പർട്ടിയാണ് ഈട് കൊടുക്കുന്നത്. ദ മെമ്പേഴ്സ് പ്ലെഡ്ജ് ദെയർ ഹൗസസ് ആസ് സെക്യൂരിറ്റി ഓഫ് ലോൺ. ഇത്തരം ഹൗസിംഗ് സൊസൈറ്റീസിനെ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇൻ ഡാഷ് സൊസൈറ്റീസ്, ദ സൊസൈറ്റി അക്യൂസ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ഹൗസസ് ആൻഡ് സെൽ ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇൻ ഡാഷ് സൊസൈറ്റി, society acquires land and construct houses and sell to its members. ഉത്തരം കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസിൽ മെമ്പേഴ്സിന് സൊസൈറ്റികൾ ലാൻഡ് അക്വയർ ചെയ്തിട്ട് ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ദ സൊസൈറ്റി അക്വയർസ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്റ്റ് ഹൗസസ് ആൻഡ് സെൽ ടു ഇറ്റ്സ് മെമ്പേഴ്സ്. In dash society, the society acquires land and constructs houses and rents out to members under hire purchase system. In dash society, the society acquires land and constructs houses and rent out to members under hire purchase system. ഉത്തരം കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റികൾ ചെയ്യുന്നത് സൊസൈറ്റി ലാൻഡ് അക്വയർ ചെയ്ത് ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്ത് മെമ്പേഴ്സിന് റെൻറ്റിന് കൊടുക്കുന്നു. അത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് കൊടുക്കുന്നത്. ഓണർഷിപ്പ് മെമ്പേഴ്സിന് കിട്ടുന്നത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ്. ഓണർഷിപ്പ് വിൽ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ആഫ്റ്റർ പേയിങ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇത്തരം ഹൗസിംഗ് സൊസൈറ്റീസാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ റെൻറ്റിന് കൊടുക്കുന്ന സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഇനി അല്ലാതെ റെൻറ്റിന് കൊടുക്കുന്നതാണ് കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി. ദ സൊസൈറ്റീസ് അക്വയർസ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ഹൗസസ്. ദ ഹൗസസ് സോ കൺസ്ട്രക്റ്റഡ് ആർ അലോട്ടഡ് ടു മെമ്പേഴ്സ് ഓൺ റെൻ്റൽ ബേസിസ്. പിന്നെ സൊസൈറ്റി ലാൻഡ് അക്വയർ ചെയ്ത് വീട് നിർമ്മിക്കുന്നു, എന്നിട്ട് മെമ്പേഴ്സിന് റെൻറ്റിന് കൊടുക്കുന്ന തരത്തിലുള്ള സൊസൈറ്റികളാണ് ഹൗസിംഗ് സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി. Dash society advances loan to members for renovation or remodeling or extension. Dash society advances loan to the members for renovation or remodeling or extension. ഉത്തരം കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റികൾ ചെയ്യുന്നത് മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നു. അത് നിലവിലുള്ള വീട് റിനോവേഷൻ വർക്കിന് അല്ലെങ്കിൽ റീമോഡലിങ്ങിന് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് പലതരത്തിലുണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് സൊസൈറ്റി? വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് സൊസൈറ്റി? ഉത്തരം സരയ്യ കമ്മിറ്റി. റൂറൽ ആൻഡ് അർബൻ ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ ഫോർമേഷന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് സരയ്യ കമ്മിറ്റി. RG സരയ്യ ആയിരുന്നു ഇതിൻ്റെ ഹെഡ്. ഡാഷ് ഈസ് ദ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് ടു ടയർ ഹൗസിംഗ് മൂവ്മെൻറ്റ് ഇൻ കേരള. ഡാഷ് ഈസ് ദി അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് ടു ടയർ ഹൗസിംഗ് മൂവ്മെൻറ്റ് ഇൻ കേരള. ഉത്തരം ഹൗസ് ഫെഡ്. കേരളത്തിലെ ഹൗസിംഗ് മൂവ്മെൻറ്റിൻ്റെ ടു ടയർ സ്ട്രക്ചറിൽ വരുന്ന അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഹൗസ് ഫെഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്നാണ് ഹൗസ് ഫെഡിൻ്റെ പൂർണ്ണരൂപം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൗസ് ഫെഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൗസ് ഫെഡ്. ഉത്തരം എറണാകുളം. ഹൗസ് ഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. ഹൗസ് ഫെഡ് വാസ് രജിസ്റ്റേർഡ് ഓൺ. ഹൗസ് ഫെഡ് വാസ് രജിസ്റ്റേർഡ് ഓൺ. ഉത്തരം 23 ഏപ്രിൽ 1970. 1970 ഏപ്രിൽ 23 ഹൗസ് ഫെഡ് രജിസ്റ്റർ ചെയ്തത്. ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1970 സെപ്റ്റംബർ 24. കേരള അപ്പെക്സ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ് 1979 സെപ്റ്റംബർ 24 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനായിട്ട് മാറിയത്. കേരള അപ്പെക്സ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി വാസ് റീനെയിംഡ് ആസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓൺ 24 സെപ്റ്റംബർ 1979. Main source of finance of housing societies are from
മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ് ആർ ഫ്രം? ഉത്തരം LIC ആൻഡ് HUDCO. ഹൗസിംഗ് സൊസൈറ്റീസിന് മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് LICയും അതുപോലെ HUDCOയുമാണ്. ദ ഇയർ ഇൻ വിച്ച് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് വാസ് സെറ്റപ്പ്? ദ ഇയർ ഇൻ വിച്ച് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് വാസ് സെറ്റപ്പ്? ഉത്തരം 1969. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ നാഷണൽ ലെവൽ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1969. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഉത്തരം ന്യൂഡൽഹി. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഫിഷറി കോപ്പറേറ്റീവ്സ് അണ്ടർ ഫെഡറേഷൻ, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അണ്ടർ ഫെഡറേഷൻ, ഈ 2 ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.